കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് സമാന്തര ശ്രേണി എന്ന് നമ്മൾ പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ടേംസ് അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് പൊസിഷനിലുള്ള രണ്ട് ടേംസ് നമുക്ക് തരും. ആ ടേംസ് ഉപയോഗിച്ചുകൊണ്ട് ആ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങൾ കാണുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്തു തുടങ്ങാം. ആദ്യത്തെ ചോദ്യത്തിൽ തേർഡ് ടേം എന്ന് പറയുന്നത് 34. അതേപോലെ തന്നെ 6th ടേം എന്ന് പറയുന്നത് 6ാം പദം എന്ന് പറയുന്നത് 67. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങൾ കാണണം. അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആ പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ നമുക്ക് എത്ര ആണ് അതിൻ്റെ പൊതുവ്യത്യാസം എന്ന് കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം കോമൺ ഡിഫറൻസ് കാണും. കോമൺ ഡിഫറൻസ് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്നും ആദ്യ പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം നമ്മൾ കാണും. അങ്ങനെ ആദ്യ പദവും പൊതുവ്യത്യാസം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ശ്രേണിയുടെ 5 പദങ്ങളും കാണും. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എത്ര ആണ് അതിൻ്റെ പൊതുവ്യത്യാസം എന്ന് കാണുന്നത്. ഓക്കെ, പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ 67 - 34 ഇതെന്താ? 6 - 3 അല്ലേ? അപ്പോൾ 3D വിച്ച് ഈസ് ഈക്വൽ ടു 67 - 34 എത്രയാ? 33. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ എന്താ? പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ഡി എന്താ? 33/3 വിച്ച് ഈസ് ഈക്വൽ ടു 11. അപ്പോൾ നമുക്ക് നമ്മുടെ പൊതുവ്യത്യാസം 11 കിട്ടി. ഇനി നമ്മൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒന്നിൽ ഇതെടുക്കാം അല്ലെങ്കിൽ ഇതെടുക്കാം. അറിയുന്ന ഏതെങ്കിലും ഒരു ടേമും ആദ്യ പദവും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാം. അപ്പോൾ അറിയുന്ന ടേം മൈനസ് ആദ്യ ടേം ഫസ്റ്റ് ടേം തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു. അപ്പോൾ അതെന്താണ്? 3 - 1 എത്രയാ? 2D ആണ് അല്ലേ? അപ്പോൾ ഇതിലെ ഡി നമുക്കറിയാം, ഈ തേർഡ് ടേമും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ T1 കാണാമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? T1 അങ്ങോട്ട് വിടുകയാണ്. എന്നിട്ട് 2Dനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? T3യുടെ അടുത്തോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ T3 എന്ന് മൈനസ് 2D വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? T1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ T3 എത്ര നമ്മളിവിടുന്ന് കണ്ടുപിടിച്ചത്? 34 - 2 ഇൻറ്റു ഡി പൊതുവ്യത്യാസം എത്ര? 11 വിച്ച് ഈസ് ഈക്വൽ ടു T1. ഓക്കെ, 34 - 22 വിച്ച് ഈസ് ഈക്വൽ ടു T1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? 34 - 22 എത്രയാണ്? 12 ആണ് എന്ത്? T1. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ ആദ്യ ടേം 12 ആണെന്ന് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ആദ്യ ടേം 12 ആണെങ്കിൽ രണ്ടാമത്തെ ടേം എന്താ? 12 പ്ലസ് പൊതുവ്യത്യാസം എത്ര? 12 പ്ലസ് 11. അപ്പോൾ എത്ര വരും? 23 പ്ലസ് 11 34 പ്ലസ് 11 45 പ്ലസ് 11 56. ഇനി രണ്ടാമത്തെ ചോദ്യം അതിനെന്താണ് പറയുന്നത്? തേർഡ് ടേം എന്ന് പറയുന്നത് 43. 6th ടേം എന്ന് പറയുന്നത് 76. ഓക്കെ, ഇനി നമുക്ക് കാണാമല്ലോ നേരത്തെ പോലെ T6 - T3. അപ്പോൾ എന്താ? 76 - 43. അപ്പോൾ എന്താ? എത്രയാണ്? 3D എന്ന് പറയുന്നത് 76 - 43 എത്രയാണ്? 33. നേരത്തെ പോലെ തന്നെ. അപ്പോൾ D എന്ന് പറഞ്ഞാൽ എന്താ? 33/3 എന്ന് വെച്ചാൽ എത്രയാ? 11. അപ്പോൾ ഇത്തവണയും പൊതുവ്യത്യാസം 11 തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യും? അറിയുന്നത് T3 മൈനസ് T1 വിച്ച് ഈസ് ഈക്വൽ ടു 2D അല്ലേ? 3 - 1 2D. അപ്പോൾ എന്താ? അപ്പോൾ T1 എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ തന്നെ T3 എത്രയായിരുന്നു ഇവിടെ? 43 മൈനസ് 2D എത്ര? 2 ഇൻറ്റു 11. ഓക്കെ, അപ്പോൾ 43 - 22 വിച്ച് ഈസ് ഈക്വൽ ടു 21. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം 21 ആണെന്ന് കിട്ടി. അപ്പോൾ 21 പ്ലസ് 11 32 43 54 65. മൂന്നാമത്തെ ചോദ്യം തേർഡ് ടേം എന്ന് പറയുന്നത് 2 ആണ്. 5th ടേം എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ T5 മൈനസ് T3 വിച്ച് ഇസ് ഈക്വൽ ടു 3 - 2 അല്ലേ? 5 - 3 എത്രയാ? 5 - 3 2 ആണ് അല്ലേ? അപ്പോൾ 2D എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ D എന്ന് പറഞ്ഞാൽ 1/2 എന്ന് വെച്ചാൽ എന്താ?
0.5 ആണ്. ഓക്കെ, അതാണ് നമ്മുടെ എന്ത് പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് ടേം കാണാം. T3 മൈനസ് T1 ഇസ് ഈക്വൽ ടു എത്രയാ? 2D. അപ്പോൾ T1 ഇസ് ഈക്വൽ ടു T3 എത്രയാ? 2 മൈനസ് 2 ഇൻറ്റു 1/2. 1/2 വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 0.5 എങ്കിൽ 0.5 കൊടുക്കാം, ഏത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ക്യാൻസലായിട്ട് പോവും. അപ്പോൾ 2 മൈനസ് 1 എന്ന് വെച്ചാൽ എത്രയാണ്? 1 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ സീരീസ് എഴുതാം? 1 ഒന്നുകിൽ നിങ്ങൾക്ക് 1, 1.5, 2, 2.5 എന്ന് പറഞ്ഞു കൊടുക്കാം, 3 അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് എഴുതാൻ ഇഷ്ടമെങ്കിൽ ഇങ്ങനെ 1, 1.5, 2, 2.5, ഓക്കെ, 3 അങ്ങനെ ഏത് നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കാം കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 8ഉം 9th ടേം എന്ന് പറയുന്നത് 10ഉം ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമ്മൾ വേണം? T9 മൈനസ് T5 ഇസ് ഈക്വൽ ടു 10 മൈനസ് 8. അപ്പോൾ 9 മൈനസ് 5 എത്രയാണ്? 4 അല്ലേ? അപ്പോൾ 4D ഇസ് ഈക്വൽ ടു 2. D ഇസ് ഈക്വൽ ടു അഗെയിൻ 2/4. 2/4 എന്ന് പറഞ്ഞാൽ എന്താ? 1/2 അല്ലേ? അഗെയിൻ 0.5 നമുക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ T5 ആണ് നമുക്കറിയുന്നത്. T5 മൈനസ് T1 വിച്ച് ഇസ് ഈക്വൽ ടു 4D. അപ്പോൾ T1 എന്ന് പറഞ്ഞാൽ 8 മൈനസ് 4 ഇൻറ്റു 1/2 2 വരും. അപ്പോൾ 8 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6.5, 7, 7.5, 8 എക്സെട്ര. അതായത് 6 അല്ലെങ്കിൽ 6.5, 7, 7.5, 8 എക്സെട്ര. അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 7ഉം 7th ടേം എന്ന് പറയുന്നത് 5ഉം ആണ്. അപ്പം നമ്മളിങ്ങനെ കാണാം, T7 മൈനസ് T5, 5 മൈനസ് 7. അപ്പോൾ എത്രയാണ് വരിക? 7 മൈനസ് 5 എത്രയാണ്? 2 ഇസ് ഈക്വൽ ടു -2 അല്ലേ? അപ്പോൾ D എന്ന് പറഞ്ഞാൽ എന്താ? -2/2. അപ്പോൾ എന്ത് വരും? -1 വരും അല്ലേ? അപ്പോൾ ഇവിടെ നെഗറ്റീവാണ്, പൊതുവ്യത്യാസം നെഗറ്റീവായെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ T5 മൈനസ് T1 കാണുന്നു. അത് എത്രയാണ്? എത്ര D ആണ്? 4D ആണ്. അഗെയിൻ T1 എന്ന് പറയുന്നത് 5 എത്ര? 7 മൈനസ് 4 ഇൻറ്റു D നമ്മുടെ -1 ആണ്. ഓക്കെ, അപ്പോൾ 7 മൈനസ് ഈ മൈനസും ഈ രണ്ട് മൈനസുകൾ തമ്മിൽ എന്താവും? ക്യാൻസലായി പോവും, പ്ലസ് ആവും, +4 ആവും. അപ്പോൾ എത്രയാണ് വരിക? 11. ഓക്കെ, ഫസ്റ്റ് ടൈം 11 ആണെന്ന് കിട്ടി. 11 -1 ഒന്ന് കുറയ്ക്കണം, അപ്പോൾ 10 ഒന്നും കൂടെ കുറയ്ക്കണം, 9, 8, 7, 6 അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.